നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം തവണ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഫിദയുടെ കൺമുന്നിലേക്ക് എവിടെ നിന്നോ വന്നു വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആ ഒരു നിമിഷത്തെക്കുറിച്ചായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാനുണ്ടായിരുന്നത്. ഉമ്മച്ചി എഴുന്നേറ്റതുകൊണ്ട് ഞങ്ങളെ കിട്ടിയെന്നാണ് ഫിദ പറയുന്നത്. ഉമ്മച്ചിയും വാപ്പയും ഞാനും അനിയനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഉമ്മച്ചി എന്നെ സേഫാണോ അല്ലയോ എന്ന് അറിയാതിരുന്നിട്ട് പോലും വീടിന് പുറത്തേക്ക് മാറ്റി. ആ നിമിഷം തന്നെ ചുമരടിഞ്ഞ് വാപ്പയുടെ മേലേക്ക് വീണു. ഒരു വിധത്തിൽ വാപ്പ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അനിയനെ അയലത്തുള്ള ഒരു ചേട്ടനും മറ്റും ഓടി വന്ന് രക്ഷപ്പെടുത്തി. താഴെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. രക്ഷപ്പെടുത്താൻ പോലും ആരും ആ അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള പാടിയിൽ ആദ്യത്തെ പൊട്ടലിൽ തന്നെ ഏകദേശം ആ ഭാഗത്തേക്ക് എത്തിയിരുന്നു. രണ്ടാമത്തെ പൊട്ടലുണ്ടായപ്പോൾ തന്നെ പാടിയിലെത്തി. ശബ്ദം കേട്ടിട്ട് ആദ്യം മുണ്ടക്കൈ അടക്കം ചൂരൽമലയും എല്ലാം തകർന്നുപോയി എന്നാണ് കരുതിയത്. ആ സമയത്ത് മുകളിൽ നിന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞ് തെറിച്ച് താഴേക്ക് വന്നു വീണു. ശബ്ദം കേട്ടപാടെ ഞങ്ങൾ ആ കുഞ്ഞിനെയും എടുത്ത് ഓടി. പരിക്കേറ്റ അനിയനെ വാപ്പച്ചിയും ആ കുഞ്ഞിനെ ഉമ്മച്ചിയും എടുത്തു. വീണ്ടും ശബ്ദം കേട്ടിട്ട് കുഞ്ഞുമായി മറ്റൊരിടത്തേക്ക് ഓടി. ശബ്ദമൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് മാറിയത്. ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ആ കുഞ്ഞിനെ അറിയാവുന്ന മറ്റാരോ അവിടേക്ക് എത്തിയിട്ട് ആ കുഞ്ഞിന്റെ ആരും തന്നെ ജീവിച്ചിരിപ്പില്ലെന്നും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഒഴുകിപ്പോയി എന്നും പറഞ്ഞത്. ഇതായിരുന്നു ഫിദയ്ക്ക് പറയാനുണ്ടായിരുന്നത്. ദുരന്തമുഖത്ത് ഇതുപോലെ അനേകായിരങ്ങളാണ് ആ ഭീകര നിമിഷത്തെ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയുന്നത്. അതിനിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ 3 കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 8 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലായിരുന്നു ഇവരെ രക്ഷിച്ചത്. ആദിവാസി കോളനിയിൽ ചിലർ പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറാട്ടുകുണ്ട് കോളനിയിലേക്ക് ഇറങ്ങിയത്. ഏറാട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളുമാണ് കോളനിയിൽ 2 ദിവസമായി കുടുങ്ങിക്കിടന്നത്. 2 ദിവസം കനത്ത മഴയിൽ മൺതിട്ടെ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണമില്ലാതായതോടെ കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ അവിചാരിതമായി കണ്ടത്. ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു 3 മക്കളും കോളനിയിൽ ഒറ്റപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. കുട്ടികളെ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് കോളനിക്ക് പുറത്തെത്തിച്ചത്. അതിസാഹസികമായ യാത്രയായിരുന്നു ഇത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിലെ കോളനിയിലേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടി. 10 മീറ്റർ കയർ കെട്ടിയാണ് ഇറങ്ങിയത്. ഒരു വശത്തേക്ക് മാത്രം 4 മണിക്കൂറിലിടെ സമയമെടുത്ത യാത്രയായിരുന്നു. കോളനിയിൽ എത്തിയപ്പോഴാണ് 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പേർ കുടുങ്ങിക്കിടക്കുന്നതാണെന്ന് കണ്ടതായി റേഞ്ച് ഓഫീസർ കെ ആഷിഖ് പറഞ്ഞു. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ അവശിഷ്ടങ്ങൾക്കടിയിൽ ആരും ജീവനോടെ ഇല്ലെന്ന നിഗമനത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. ഇനി ആരും ജീവനോടെ കണ്ടെത്താനില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇന്ന് 40 ടീമുകളായി 6 മേഖലകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തെ സോണുമാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണുമാണ്. പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണ്. സൈന്യം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി തുടങ്ങിയ വിഭാഗങ്ങൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. ഇതുകൂടാതെ ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും തെരച്ചിൽ തുടരും. മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ 291 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 29 കുട്ടികൾ ഉൾപ്പെടെ 240 പേരെ ഇനിയും കിട്ടാനുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.